Life in a world that keeps changing. Think that it's progress you're making. Copy and paste pretty faces all the time. Pictures so perfect we play through only cause you set up the angle. KineMaster ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഇങ്ക് സ്പ്ലാറ്റർ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ടെംപ്ലേറ്റിന്റെ ദൈർഘ്യം 3 സെക്കൻഡ് ആണ്. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യേണ്ട ഇമേജുകളുടെ എണ്ണം അനുസരിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടതാണ്. ഇവിടെ നാം 5 ഇമേജുകൾക്ക് വേണ്ട ടെംപ്ലേറ്റുകളാണ് എടുത്തിട്ടുള്ളത്. ടൈം ലൈനിന് മുന്നിലെത്താം. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ആദ്യത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ഇമേജ് ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകൾക്ക് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള കളർഫുൾ ഹേർട്ട് വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ആദ്യത്തെ ട്രാൻസിഷൻ പോയിന്റിന് നടുവിലായി കർസർ വെക്കുക. ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്ത് ട്രിം ബാർ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ കളർഫുൾ ഹേർട്ട് വീഡിയോ ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്ത് ട്രിം ബാർ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് കൊടുക്കുക. ടൈം ലൈനിൽ നിന്നും ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്ത് റീപ്ലേസ് സെലക്ട് ചെയ്യുക. ഇമേജ് ഫോൾഡറിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. ഓരോ ട്രാൻസിഷൻ പോയിന്റുകൾക്കും നടുവിലായി കർസർ വെച്ചുകൊണ്ട് ഇപ്പോൾ നാം ചെയ്ത സ്റ്റെപ്പുകളെല്ലാം അതുപോലെ തന്നെ ആവർത്തിക്കുക. ഇവിടെ വേണ്ട എല്ലാ ഇമേജുകളും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിന് മുന്നിലെത്താം. വീഡിയോയ്ക്ക് വേണ്ട PNG ഫോർമാറ്റിലുള്ള ഒരു ബോർഡർ ലൈൻ ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്ത് റെക്ടാങ്കിൾ കൊടുക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷനും സമമായി വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. Life in a world that keeps changing. Think that it's progress you're making. Copy and paste pretty faces all the time. Pictures so perfect we play through only cause you set up the angle.